ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു VN Vlogs. നമ്മുടെ ഇന്നത്തെ യാത്ര എന്ന് പറയുന്നത് കർണാടക സ്റ്റേറ്റിലുള്ള ഗുണ്ടൽപേട്ടിലേക്കാണ്. അവിടുത്തെ സൂര്യകാന്തി പാടം കാണാനാണ് നമ്മുടെ ഇന്നത്തെ യാത്ര. അപ്പോൾ നമ്മൾ പോകുന്നത് കേരളം, തമിഴ്നാട്, കർണാടക തുടങ്ങിയ സംസ്ഥാനങ്ങളിലെ ഫോറസ്റ്റ് റൂട്ടിലൂടെയാണ് കേട്ടോ. ഇതൊരു വൺ ഡേ ട്രിപ്പ് ആയിട്ടാണ് കേട്ടോ ഞാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഞങ്ങൾ യാത്ര ആരംഭിക്കുന്നത് മലപ്പുറം ജില്ലയിലെ കുറ്റിപ്പുറത്തു നിന്നാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഏകദേശം വീട്ടിൽ നിന്ന് 4:30 മണിക്ക് ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങി. അങ്ങനെ ഞങ്ങൾ നാടുകാണി ചുരം എത്തിയിട്ടാണ്. പിന്നെ നാടുകാണി ചുരത്തിൻ്റെ വ്യൂ പോയിന്റ് കണ്ടുകൊണ്ടായിരുന്നു പിന്നെ ഇങ്ങോട്ടുള്ള യാത്ര. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോഴാണ് കുറച്ച് കുരങ്ങന്മാരെ കണ്ടത് കേട്ടോ. അവർ നമ്മുടെ ഗാർഡനിൽ നിന്നും വല്ല ഭക്ഷണം കിട്ടുമെന്ന് കരുതിയിട്ട് വരുന്ന അനിമൽസാണ് കേട്ടോ അവർ. അപ്പോൾ അവർക്ക് ഫുഡ് കൊടുക്കുകയൊന്നും ചെയ്യരുത്, അതിന് പ്രത്യേകമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്, അനിമൽസിന് ഫുഡ് കൊടുക്കരുതെന്ന് പറഞ്ഞിട്ട്. ഈ നാടുകാണി ചുരത്തിലാണ് കേട്ടോ കേരള തമിഴ്നാട് ബോർഡർ വരുന്നത്. ഇവിടെ നമുക്ക് 20 രൂപ അല്ല 30 രൂപ തമിഴ്നാട് സർക്കാരിന് നമുക്ക് കൊടുക്കേണ്ടതായിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ തമിഴ്നാടിൻ്റെ മുതുമലൈ ടൈഗർ റിസർവിൻ്റെ കവാടത്തിലെത്തിയിട്ടാണ്. അങ്ങനെ മുതുമലൈ ടൈഗർ റിസർവിൽ കടന്നുടനെ ആദ്യം തന്നെ കണ്ടത് ഒരു ഹനുമാൻ കുരങ്ങിനെയായിരുന്നു. പിന്നെ അങ്ങോട്ട് ഒത്തിരി മൃഗങ്ങളെ കാണാൻ പറ്റിയിട്ടാണ്. ആന, അതുപോലെ തന്നെ മയിൽ, അതുപോലെ മാൻ, അങ്ങനെ നിരവധി മൃഗങ്ങളെ കണ്ടുകൊണ്ടായിരുന്നു പിന്നെ അങ്ങോട്ടുള്ള യാത്ര. ആനക്കൂട്ടം റോഡ് മുറിച്ച് കിടക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഒരുപാട് വാഹനങ്ങൾ നിർത്തി റോഡിൽ വൻ ബ്ലോക്ക് തന്നെ ഉണ്ടായിരുന്നു കേട്ടോ. ആ ബ്ലോക്കിൻ്റെ ഇടയിൽ കൂടെയും ഞാൻ ആദ്യം തന്നെ പോയി വാഹനം മുന്നോട്ട് എടുത്തുകൊണ്ട് നമുക്ക് ആനയുടെ വിഷ്വൽസ് നന്നായിട്ട് പകർത്താൻ സാധിച്ചു കേട്ടോ. പിന്നെ ഈ യാത്രയുടെ സ്പെഷ്യൽ അഡ്വാൻറ്റേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഫോറസ്റ്റ് ട്രെക്കിങ്ങിനൊന്നും പോകാതെ തന്നെ, അല്ലെങ്കിൽ അഡീഷണൽ പൈസ കൊടുത്ത് ജീപ്പിലൊന്നും സഫാരി ചെയ്യാതെ തന്നെ നമുക്ക് സ്വന്തം വാഹനത്തിൽ ഇരുന്നുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് മൃഗങ്ങളെ കാണാൻ സാധിക്കും എന്നുള്ളതാണ് ഈ യാത്രയുടെ മറ്റൊരു പ്രത്യേകത കേട്ടോ. അങ്ങനെ ഈ യാത്രയിൽ മാനുകളെയും ആനകളെയൊക്കെ നമ്മൾ വീഡിയോ എടുക്കുന്നുണ്ട്. അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ വീഡിയോക്ക് ലൈക്ക് തന്ന് എന്നെ സപ്പോർട്ട് ചെയ്യാനുണ്ടോ. അങ്ങനെ നമ്മൾ തമിഴ്നാടിൻ്റെ കാടായ മുതുമലൈ ടൈഗർ റിസർവിൻ്റെ എൻഡിങ് കവാടത്തിലെത്തിയിട്ടാണ്. ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് ഉള്ള യാത്ര എന്ന് പറയുന്നത് കർണാടക സ്റ്റേറ്റിലൂടെയാണ് കേട്ടോ. അങ്ങനെ കർണാടക സ്റ്റേറ്റിൻ്റെ ബന്ദിപ്പൂർ ടൈഗർ റിസർവിൻ്റെ എൻട്രിങ് കവാടത്തിലാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് കേട്ടോ. ഇനി നമ്മൾ തമിഴ്നാട്ടിൽ നിന്നും കർണാടക സ്റ്റേറ്റിലേക്ക് കിടക്കുന്നതിനായിട്ട് ഇവിടെയും ഒരു എൻട്രി ഫീ വരുന്നുണ്ട്. 20 രൂപയാണ് ഇവിടെ എൻട്രി ഫീ ആയിട്ട് വരുന്നത് കേട്ടോ.
അങ്ങനെ ഞങ്ങൾ സൂര്യകാന്തി തോട്ടത്തിലെത്തിയിട്ടാണ്. ഇവിടെ 20 രൂപ വെച്ച് നമുക്ക് ഫീസ് ഉണ്ട് കേട്ടോ. അതുപോലെ കുട്ടികൾക്ക് ഫ്രീ ആയിട്ട് കയറാം. അങ്ങനെ 20 രൂപ കൊടുത്ത് ഞങ്ങൾ സൂര്യകാന്തി തോട്ടത്തിൽ കയറി ഒരുപാട് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഗുണ്ടൽപേട്ടിലെത്തി. ഒരുപാട് സൂര്യൻ തോട്ടങ്ങൾ കണ്ടെങ്കിലും ഒരുപാട് സൂര്യകാന്തി കൊന്നൊക്കെ ഉണങ്ങിയും കരിഞ്ഞൊക്കെ പോയിരുന്നു. പക്ഷേ ഇത് മാത്രമാണ് കുറച്ചും കൂടി കളർഫുള്ളായിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവിടെ തന്നെ ഞങ്ങൾ കയറി ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിട്ടാണ്. അപ്പോൾ ഇത്തിരി ദൂരം പോയി കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾ വേറെയും തോട്ടങ്ങൾ കണ്ടത്. അവിടെ ഒന്നും പൂക്കൾക്കും ഇത്ര ഭംഗിയൊന്നും ഉണ്ടായിരുന്നില്ല. അതൊക്കെ വിളവെടുപ്പിന് സമയമായി കഴിഞ്ഞിട്ടുള്ളൊരു തോട്ടമാണെന്നാണ് തോന്നുന്നത്. ഇവിടെ നിന്ന് ഞങ്ങൾ വീണ്ടും മുന്നോട്ട് പോയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ പോകുമ്പോൾ ചെട്ടിമല്ലിയുടെ തോട്ടം കണ്ടു. അതുപോലെ ഒരുപാട് കൃഷി സ്ഥലങ്ങളിലൂടെ യാത്ര ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ വീഡിയോസും അതുപോലെ തിരിച്ച് വൈകിട്ട് തിരിച്ച് കേരളത്തിലേക്ക് പോകുന്നുണ്ട്. അപ്പോൾ പോകുന്ന വഴിക്കും കാട്ടുപോത്ത്, ആന, അതുപോലെ തന്നെ ഒത്തിരി മൃഗങ്ങളെ കാണുന്നുണ്ട്. അതിൻ്റെ വീഡിയോ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ ഈ വീഡിയോ കണ്ട എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു.